നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് അവർക്കും സ്വാഗതം. തങ്ങളുടെ മതം പ്രതിസന്ധി നേരിടുന്ന ചില നിർണായക ഘട്ടങ്ങളിൽ മതത്തെ രക്ഷിക്കുവാനായി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള അവകാശം ഇസ്ലാം മതസ്ഥർക്ക് ഉണ്ട് എന്നും അത്തരത്തിലുള്ള നുണകൾ പറഞ്ഞുകൊണ്ട് അമുസ്ലിമുകളെ മാത്രമല്ല മുസ്ലിമുകളെയും കബളിപ്പിക്കാമെന്നുമാണ് ആ സമൂഹത്തിൽ തന്നെയുള്ള ചില അതിതീവ്ര ചിന്താഗതിക്കാർ അവകാശപ്പെടുന്നത്. അവരുടെ ഭാഷ്യത്തിൽ ഇത്തരത്തിൽ പടച്ചുവിടാൻ ഇസ്ലാം മതവിശ്വാസികൾക്ക് അനുവദനീയമായ നുണകൾ 7 എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. ഷിയാകൾ തക്കിയ എന്നും സുന്നികൾ മുദാരത്ത് എന്നും വിളിക്കുന്ന ഇതിലെ ആദ്യത്തെ പ്രയോഗം ഉപയോഗിക്കുന്നത് പ്രതിരോധത്തിനാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എങ്കിലും ചിലർ അത് മതപ്രചാരണത്തിനായും ഉപയോഗിച്ച് വരുന്നു എന്നുള്ളതാണ് വാസ്തവം. നേരിയ യാഥാർത്ഥ്യത്തിലേക്ക് പൊടിപ്പും തൊങ്ങലും ചേർത്ത് വെച്ച് പ്രചരിപ്പിക്കുന്ന ചില അർദ്ധ സത്യങ്ങളുണ്ട്. അതാണ് ഇതിൽ രണ്ടാമത്തേതായ കിദ്മാൻ. മറ്റുള്ളവരെ പോലെ അനുകരിക്കുകയും നൈസർഗികമായ രീതികളൊക്കെ മാറ്റിയങ്ങ് വെച്ചിട്ട് പൊടുന്നനവെ ഓന്തിൻ്റെതുപോലെ നിറം മാറിക്കൊണ്ട് നടത്തുന്ന കള്ളപ്രചാരണങ്ങളെയും വ്യാജ പ്രകടനങ്ങളെയുമാണ് മുറുന എന്ന് അറിയപ്പെടുന്നത്. യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറ്റക്കാരായി ചെല്ലുന്നവരാണ് ഈ നുണയുടെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളും പ്രകടനങ്ങളും കറതീർന്ന മുറുന തന്നെയാണ്. ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിനുള്ള പരമ്പരാഗതമായ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ വ്യാഖ്യാനിക്കുന്നവന് തോന്നുന്നത് പോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടത്തുന്ന കാപഠ്യങ്ങളായ തവാരിയാണ് അടുത്തത്. ശരീഅത്തിലെ കഠിനമായ നിയമങ്ങൾ പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനെ ലളിതമാക്കാൻ ഉപയോഗിക്കുന്ന വ്യാജങ്ങളായ തൈസീറാണ് ഇതിലടുത്തത്. ദറൂര എന്ന അടുത്ത നുണകൾ ഉപയോഗിക്കുന്നത് ഹറാമോ നിഷിദ്ധമോ ആയ കാര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് പെട്ടുപോകുമ്പോഴാണ്. ഇതര മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത്ര ആഴത്തിൽ അറിയാനിടയില്ലാത്തതും എന്നാൽ ഇസ്ലാമിക അധിനിവേശവും ആധിപത്യവും സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് വേണ്ട സമയത്ത് കൃത്യമായി എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ പ്രാദേശിക തലങ്ങളിലും ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും എടുത്ത് ഉപയോഗിക്കുന്ന പലതരം കാഴ്ചകളാണ് ദിനം പ്രതി നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നുണ പറയുക, നുണ മാത്രം പറയുക, നുണ ആവർത്തിച്ച് പറയുക. അങ്ങനെ ചെയ്താൽ ഏതൊരു നുണയും സത്യമായി മാറും എന്ന് ലോകത്തെ പഠിപ്പിച്ചത് നാസി പടയുടെ തലവനായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ വലങ്കയ്യായിരുന്ന ജോസഫ് ഗീബൽസ് ആയിരുന്നു. സത്യത്തിന്റെ മിഥ്യയെ സൃഷ്ടിക്കുന്ന നുണയന്മാരുടെ വായ്പാട്ടുകളെ ലോകത്ത് വിശ്രുതമാക്കുന്നതിൽ ഈ ഗീബൽസിയൻ സിദ്ധാന്തം വഹിച്ച പങ്ക് ചെറുതല്ലാത്തതാണ്. എന്നാൽ അത് മതത്തിന്റെ നിർദ്ദേശമാണ് എന്ന തരത്തിൽ അർത്ഥത്തിൽ ചിലർ വ്യാപകമായി ഉപയോഗിച്ച് തക്കിയയാക്കി മാറ്റുമ്പോൾ തക്കിയയുടെ അകംപൊരുളുകൾ എന്താണ് എന്ന് വലിയ നിശ്ചയമൊന്നുമില്ലാത്ത ആളുകളും പണത്തിനും അധികാരത്തിനും വേണ്ടി അതുതന്നെ കുടം കൊട്ടി പാടി ഉറപ്പിക്കുന്ന കാഴ്ച കേരളത്തിൽ നിറഞ്ഞ് ആടുകയാണിപ്പോൾ. അതിന്റെ ഏറ്റവും ശക്തമായ ദൃഷ്ടാന്തം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയം തന്നെയാണ്. ഹിജാബ് വിഷയം ആഴത്തിലും ആധികാരികമായും ഞങ്ങൾ ഇവിടെ വിശകലനം ചെയ്തിട്ടുള്ളതിനാൽ അത് മാറ്റിവെക്കുകയാണ്. എന്നാൽ വർഗീയ ശക്തികളുടെ മുരടരക്കങ്ങളല്ല അട്ടഹാസങ്ങൾ കേട്ടിട്ടും ഭയന്നു വിറച്ച് പിന്തിരിയാതെ തികഞ്ഞ ആർജവത്തോടും നിറഞ്ഞ തന്റേടത്തോടും കൂടി സഭ തങ്ങളെ ബലമേൽപ്പിച്ച സ്കൂളിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുത്തതിന്റെ പേരിൽ സെന്റ് റീത്ത സ്കൂളിന്റെ പ്രിൻസിപ്പലായ സിസ്റ്റർ ഹെലീനയും തന്റെ സഹപ്രവർത്തകരായ കന്യാസ്ത്രീകളും ഏറ്റുവാങ്ങിയത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കുകളെ കുറിച്ച് ഒരു വാക്കുകൂടി പറയാതിരിക്കുവാനും ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരേ ജനുസിൽപ്പെട്ട പ്രൊഫൈലുകളിൽ നിന്ന് അത്തരത്തിലുള്ള ഹീനമായ പരിഹാസങ്ങളും താറടിക്കലുകളും പുറത്തേക്ക് വന്നത് സാമാന്യ മര്യാദയുടെ എല്ലാ അതിരുകളും തകർത്തുകൊണ്ടായിരുന്നു. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി നാഴികയ്ക്ക് 40 വട്ടവും വാദിക്കുകയും ആയതിന്റെ കാവലാളുകളാണ് തങ്ങളെന്ന് മേനി പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഇടതരുടെയും വലതരുടെയും അതുമല്ലെങ്കിൽ കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് ജിഹാദി ഭീകരർ ആരെയും ദ്രോഹിക്കാതെ സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹനത്തിന്റെ പ്രതീകങ്ങളായ കന്യാസ്ത്രീകൾ തേജോവധം ചെയ്യപ്പെട്ടത്. എന്നിട്ട് അതിനെതിരെ സംസാരിക്കാൻ പോയിട്ട് ഇത്തരം സൈബർ ബുള്ളിയിങ്ങുകൾ മോശമാണ് എന്ന് പറയാൻ പോലും ഒരുത്തനെയും കണ്ടില്ല എന്നതാണ് പരമദയനീയമായ സത്യം. എന്തിനായിരുന്നു കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. വെട്ടുകിളി കൂട്ടങ്ങളുടെ ചെലപ്പ് കണ്ടിട്ട് പേടിക്കാതെ സത്യത്തിനും നീതിക്കും വേണ്ടി ഉറച്ചു നിന്നു. സർവശക്തനായ ദൈവത്തെയും പിന്നെ രാജ്യത്തിന്റെ നിയമത്തെയും നീതിന്യായ കോടതിയെയും ആശ്രയിച്ചുകൊണ്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തു. അത് തന്നെയാണത്. എന്നാൽ
ഈ കടന്നാക്രമണത്തിന് ആയുധമായി അവർ ഉപയോഗിച്ചതാകട്ടെ ആടിനെ പട്ടിയാക്കുന്ന പച്ചക്കള്ളങ്ങളാണ്. അവിടെയാണ് ഈ തക്കിയകളുടെ സാധ്യതകളെ അവർ പ്രയോജനപ്പെടുത്തിയതിന്റെ ഉദാഹരണങ്ങൾ കിടക്കുന്നത്. സ്കൂളിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ പിതാവിന്റെ താളത്തിനനുസരിച്ച് ഹിജാബും ഇട്ട് സ്കൂളിൽ വന്ന പെൺകുട്ടിയെ കണ്ട് ഹാലിളകാതെ ക്ഷമയോടും സ്നേഹത്തോടും കൂടി സിസ്റ്റേഴ്സ് അത് കൈകാര്യം ചെയ്തതാണ് ദോഷൈക ദൃക്കുകൾക്ക് ആദ്യം കിട്ടിയ തിരിച്ചടി. ഹിജാബ് വിഷയം സംഘടിത ശക്തികളുടെ ടൂൾ മാത്രമായ പെൺകുട്ടിയോട് സംസാരിക്കാതെ അവളുടെ മാതാപിതാക്കളോട് മാത്രം സംസാരിച്ചുകൊണ്ട് സിസ്റ്റേഴ്സ് കാട്ടിയ ആ സ്ട്രാറ്റജിക്കൽ മൂവിന്റെ മുന്നിൽ സംഘടിത ശക്തികൾ ആസൂത്രണം ചെയ്തു കൊണ്ടുവന്ന കലാപ നീക്കങ്ങൾ സ്പേസ് ഇല്ലാതെ ശിഥിലമായി പോവുകയായിരുന്നു. അതോടെയാണ് തക്കിയകൾ അതിന്റെ യഥാർത്ഥ രൂപവും ഭാവവും കാട്ടി പുറത്തേക്ക് വന്നത്. ആദ്യത്തെ തക്കിയ പെൺകുട്ടിയോട് സ്കൂൾ പ്രിൻസിപ്പളായ ഹെലീന സിസ്റ്റർ കുപിതയായി സംസാരിച്ചു എന്നതായിരുന്നു. അധ്യാപന കർമ്മത്തിന്റെ നിർവഹണത്തിൽ ഏർപ്പെടുമ്പോൾ വിദ്യാർത്ഥികളുടെ നല്ല ഭാവിയെ കരുതി ശാസനകളും ശിക്ഷണങ്ങളും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകാറുണ്ട്. ഇത്തരത്തിൽ സംഘടിത ശക്തികൾ മുതലെടുക്കാൻ വായും പിളർന്ന് കാത്തിരിക്കുമ്പോൾ ആ വിഷയത്തിൽ പേരൻസിനോടല്ലാതെ ഒരു വാക്കുപോലും കുട്ടിയോട് സിസ്റ്റർമാർ സംസാരിച്ചിട്ടില്ല എന്നതാണ് സത്യം. രണ്ടാമത്തെ തക്കിയ വെയിലത്ത് നിർത്തി എന്നുള്ളതാണ്. ഇത് രണ്ടും നട്ടാൽ കുരുക്കാത്ത പച്ച കള്ളങ്ങളാണ്. കോടതിയിലടക്കം ഹാജരാക്കപ്പെട്ട CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങളും തെളിയിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നതാണ് ചോദിക്കാനുള്ളത്. ഈ ശ്രേണിയിലെ മൂന്നാമത്തേതും കട്ടി കൂടിയതുമായ തക്കിയയാണ് ഹിജാബ് ധരിച്ചു വന്നാൽ മറ്റു കുട്ടികൾ പേടിക്കും എന്ന് ഹെലീന സിസ്റ്റർ പറഞ്ഞു എന്നുള്ളത്. ഈ കാര്യങ്ങൾ മൂന്നും സിസ്റ്റർമാർ മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾ മാത്രമായിരുന്നു. എന്നിട്ടും ചിലർ ആസൂത്രിതമായി ആ പച്ച കള്ളങ്ങളെ പ്രചരിപ്പിച്ചപ്പോൾ അതിലെ യുക്തി എന്ത് എന്ന് പോലും ചിന്തിക്കാതെ ഇടതരും വലതരും മാധ്യമങ്ങളുമെല്ലാം ആ തക്കിയായിക്കൊപ്പം കൂടെ കൂടുകയായിരുന്നു. ഷെക്കേന നടത്തിയ ചർച്ചയിൽ അതേക്കുറിച്ച് ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി പറഞ്ഞത് ഇങ്ങനെയാണ്. ടീച്ചറെ കുട്ടിയോട് കയർന്ന് സംസാരിച്ചു എന്ന ഒരു ഭാഷ്യമാണ് ആദ്യം ഇവർ പുറത്തു വന്നത്. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവർ ആഗ്രഹിച്ച കാര്യമാണ് ടീച്ചർ കുട്ടിയോട് കയർന്ന് സംസാരിക്കണം. വേറൊന്ന് ഇവർ പറഞ്ഞു വരുത്തിയത് കുട്ടിയെ വെയിലത്ത് നിർത്തിയെന്ന്. ഇവർക്ക് വേണ്ടിയിരുന്ന രണ്ടാമത്തെ കാര്യം അതായിരുന്നു. ഈ കുട്ടിയെ വെയിലത്ത് നിർത്തി പൊരിച്ചു. ഇരവാദം ഉന്നയിക്കാൻ, ഇതൊക്കെ ഇരവാദം ഉന്നയിക്കാൻ വേണ്ടി സ്ഥിരമായി ലോകം മുഴുവൻ ഈ കൂട്ടർ ഉന്നയിക്കുന്ന ഇരവാദം ഉന്നയിക്കാൻ വേണ്ടി അതും ഏറ്റില്ല. അവസാനം ഇവർ പറഞ്ഞു വരുത്തി ഹിജാബ് കണ്ടാല് പേടിയാകും എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം പ്രിൻസിപ്പൾ പറഞ്ഞില്ല നമുക്കറിയാം. കാരണം പ്രിൻസിപ്പൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. കൂടാതെ എല്ലാത്തിന്റെയും വീഡിയോ ഇവർ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഒരു തരത്തിലും ഒരിടത്ത് ഇവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ആർക്കും ഹിജാബ് കണ്ട പേടി ഉണ്ടാവാറില്ല. വേറെ ആർക്കും എന്തെങ്കിലും തരം തോന്നൽ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഹിജാബ് കണ്ടാൽ പേടിക്കുന്നവരാരും കേരളത്തിലില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കുട്ടിയെ ഇതിനകത്ത് ഒരു തരത്തിലും ഉൾപ്പെടുത്താതിരിക്കാൻ സ്കൂൾ അധികൃതർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിയെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിച്ചിട്ടേ ഇല്ല. സ്കൂൾ അധികൃതർ അഥവാ പ്രിൻസിപ്പൽ ഇടപെട്ടത്, ക്ലാസ് ടീച്ചർ ഇടപെട്ടത് പാരന്റ്സുമായി മാത്രമാണ്. കാരണം ചെറിയ കുട്ടിയാണ്. 13 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ച ആ കുട്ടിയല്ല ആ കുട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് നല്ല നിശ്ചയം സ്കൂളിലുള്ളവർക്കുണ്ട്. ഈ കുട്ടി വെറും ഒരു ടൂളാണ്. ഈ കുട്ടിയെ പാരന്റ് അദ്ദേഹത്തിന്റെ ഈ മത തീവ്ര ചിന്തയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ സ്കൂളിലെ പ്രിൻസിപ്പലിനും സ്റ്റാഫിനും ഉള്ളത് കൊണ്ട് അവരൊരു കാരണവശാലും ആ പാവം കുട്ടിയോട് അല്ലെങ്കിൽ ആ പാവം ജീവിയോട് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പറയേണ്ട കാര്യമില്ല. കാരണം കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. ആ കുട്ടി ഇതിനകത്ത് വെറും ഒരു ഉപകരണം മാത്രമാണ്. ആടിനെ പട്ടിയാക്കുന്ന പച്ചക്കള്ളങ്ങളുടെ തക്കിയ അടിക്കാൻ അനുവാദമുള്ളവർക്ക് അതിന് ചില വരട്ടുവാദങ്ങളുടെ ന്യായം പറയാനുണ്ടാവാം. എന്നാൽ അത് എതിർവശത്ത് നിൽക്കുന്നവർക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾക്ക് അല്പമെങ്കിലും ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ് ഇവിടുത്തെ സർക്കാരും പ്രതിപക്ഷവും മാധ്യമങ്ങളുമെല്ലാം. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നിഷ്പക്ഷന്മാരെന്നും മതേതരന്മാരുമെന്നും ഒക്കെ പേര് കേട്ട കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന കേരളത്തിൽ അത് ഒട്ടും ഉണ്ടായില്ല. മറിച്ച് ഈ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങൾക്ക് കുഴലൂതിക്കൊണ്ട് അവർ രംഗത്തിറങ്ങുകയാണ് ഉണ്ടായത്. എന്തിനാണ് അധികം പറയുന്നത്? യൂണിഫോമിന്റെ മഹത്വത്തെ കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവര് വരെ ഈ തക്കിയയെ ഏറ്റുപിടിച്ച് കൊല്ലങ്കാരി കുട്ടിയെ കൊണ്ട് സർക്കാർ പരിപാടിയുടെ വേദിയിൽ നാടകം കളിപ്പിച്ച് ആ സിസ്റ്ററിനെ പ്രതീകാത്മകമായി പ്രതിയായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങളെല്ലാം 3/4 മീറ്റർ തുണിയെ ഭയക്കുന്നു എന്ന് പറഞ്ഞ് സംഘടിത ശക്തികളുടെ തക്കിയയ്ക്ക് ആവുന്ന ശക്തികളോടെ കുഴലൂതുന്ന കാഴ്ചകളുമാണ് നമ്മൾ കണ്ടത്. വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് ഉയർത്തിക്കാട്ടിയ മതേതര മൂല്യങ്ങളുടെ തിളക്കമാർന്ന യൂണിഫോമിറ്റിക്കൊപ്പം തന്നെയായിരുന്നു കോടതി ശക്തമായി നിലകൊണ്ടത്.
കേസ് പരിഗണിച്ച ഘട്ടത്തിലും ആ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്ന കോടതി ഹിജാബുവാദികളെയും അവർക്ക് വേണ്ടി ആടിയ വിദ്യാഭ്യാസ വകുപ്പിനെയും കണക്കിന് ശകാരിക്കാനും ഹർജിയുമായി കോടതിയിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോരേണ്ടി വരുമെന്നും ഉറപ്പായിരുന്നവർ പരാതി പിൻവലിച്ച് സ്ഥലം വിട്ടതോടെ കോടതി കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. അവിടം കൊണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിക്കേണ്ടതായിരുന്നു. തീവ്ര മതശക്തികൾ കെട്ടിപ്പൊക്കിയ തക്കിയ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രസ്തുത പെൺകുട്ടി പുതിയ സ്കൂളിൽ ചേരുന്നത് പ്രമാണിച്ച് കുട്ടിയുടെ പിതാവായ അനസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, ആ പോസ്റ്റിലും തിളങ്ങി നിന്ന തക്കിയയുടെ മുന കൊണ്ട് സ്കൂളിനിട്ട് തോണ്ടാനായിരുന്നു അയാൾ ശ്രമിച്ചത് എങ്കിൽ അത് കാത്തിരുന്നത് പോലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിക്കൊണ്ട് പച്ചക്കള്ളങ്ങൾക്ക് വമ്പൻ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെയും ചെയ്തത്. തന്റെ മകൾ അന്തസ്സുയർത്തി പിടിച്ചുകൊണ്ട് തന്നെ പുതിയ സ്കൂളിലേക്ക് പോകുന്നുവെന്നും അവളുടെ തലയിലെ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള കുട്ടികൾ ഭയക്കില്ല എന്ന് ഉറപ്പുള്ള സ്കൂളിലേക്കാണ് അവൾ പോകുന്നത് എന്നും പ്രതിസന്ധി ഘട്ടത്തിൽ സംഘടിത ശക്തികളുടെയോ ആൾക്കൂട്ടങ്ങളുടെയോ പിൻബലമില്ലാതെ നിന്ന സാധാരണക്കാരനായ തന്റെയൊപ്പം നിന്നവർക്കെല്ലാം നന്ദിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അനസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതായാലും ഹിജാബ് ധരിച്ച് കുട്ടി സ്കൂളിൽ വന്ന ആ ദിവസം, അതായത് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന്റെ 2ാം വാർഷിക ദിനത്തിൽ സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് അഴിഞ്ഞാടാനുള്ള അവസരം കലാപകാരികൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അന്ന് കൈമോശം വന്ന അവസരം എത്തിപ്പിടിക്കാൻ അടുത്ത തവണ പേരൻസിന്റെ ഒപ്പം എത്തിയ സംഘടിത ശക്തികൾ ബഹളമുണ്ടാക്കി നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ ഉണർന്നു പ്രവർത്തിച്ച സിസ്റ്റേഴ്സ് ആ നീക്കത്തെയും തകർത്തെറിയുകയായിരുന്നു. ആസൂത്രിതമായി വിജയിപ്പിക്കാമെന്ന് കരുതി അവതരിപ്പിച്ച നാടകങ്ങളെല്ലാം 8 നിലയിൽ പൊട്ടിയതോടെ അവർ തക്കിയകളുടെ ഭാണ്ഡക്കെട്ടുകൾ തുറക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും കണ്ട് കൂസാത്ത സമചിത്തതയോടെയും ധൈര്യത്തിന്റെയും ആൾരൂപമായി നിലകൊണ്ട പ്രിൻസിപ്പാളിനെതിരെ സൈബർ ആക്രമണവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. ഇപ്പോഴും അതേ കള്ളങ്ങളാണ് ഇത്തരക്കാർ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തികളുടെയോ ഒരു പിൻബലവുമില്ലാത്ത അയ്യോ പാവമാണേ താന് എന്ന തക്കിയ വിലാപവുമായി ഹിജാബ് ഇട്ട പെൺകുട്ടിയുടെ പിതാജി കളത്തിലിറങ്ങിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാകാത്ത ഈ തക്കിയകളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് സാമൂഹ്യ നിരീക്ഷകനായ ജോഷി മയ്യാറ്റിലച്ചൻ ഇങ്ങനെ പറഞ്ഞത്. തക്കിയ പ്രയോഗത്തിലൂടെ നുണയുടെ ആളെന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഒരു മഹാനുണയനാണെന്ന് പറയേണ്ടി വരും. വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ നോട്ടീസ് അത് അടിസ്ഥാനരഹിതമാണ്, അതും തക്കിയയാണ്. അത് ഓർക്കണം. സ്കൂളിന് ന്യായമുണ്ട് എന്ന് കണ്ട് കൃത്യമായി സ്കൂളിനെ കുറിച്ച് കൃത്യമായി അവലോകനം നടത്തി. പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹം കളം മാറ്റി ചവിട്ടിയതും പിന്നീട് മുഴുവൻ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ഒരു പച്ചക്കള്ളം തുടർച്ചയായി. ഏതായാലും തീവ്ര നിലപാടുള്ള ഇസ്ലാമിക സംഘടിത ശക്തികളുടെ എല്ലാത്തരം നീക്കങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് കോടതി നിലപാടെടുത്തതോടെ നാണം കെട്ട് പിന്മാറിയവർ ഫേസ്ബുക്കിലൂടെ തക്കിയ പാടി കനത്ത പരാജയത്തിന്റെ ജാള്യത മറയ്ക്കാനും തങ്ങൾ പരമവിശുദ്ധന്മാരാണ് എന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചുവെങ്കിലും അതും പരാജയപ്പെട്ട് നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരം റോട്ടറി ക്ലബ്ബുകാർ ഈ വർഷത്തെ ഏറ്റവും മികച്ച സ്കൂൾ പ്രിൻസിപ്പാളിനുള്ള അവാർഡ് സമ്മാനിക്കുവാൻ സിസ്റ്റർ ഹെലീനയെ തെരഞ്ഞെടുത്തത്. റോട്ടറി ക്ലബ് എന്നാൽ വൈകുന്നേരങ്ങളിൽ അംഗങ്ങൾ കൂടിയിരുന്ന് കാരംസും കാർഡ്സും ചെസ്സും കളിക്കുന്ന ക്ലബ്ബല്ല, മറിച്ച് കാര്യക്ഷമമായ മാനുഷിക സേവനം നൽകേണ്ടതിന് ബിസിനസ് പ്രൊഫഷണൽ നേതാക്കന്മാർ രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ്. മനുഷ്യരിൽ സൗഹാർദ്ദവും സമാധാനവും വളർത്തുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് 1868 ഷിക്കാഗോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇവർ വംശം, നിറം, മതം, ലിംഗഭേദം എന്നിവയൊന്നുമില്ലാതെ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന സംഘടന കൂടിയാണ്. അവരാണ് ഈ വർഷത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡിന് സിസ്റ്റർ ഹെലീനയെ തെരഞ്ഞെടുത്തത്. മുൻ വർഷങ്ങളിൽ ചങ്ങനാശ്ശേരി ലിറ്റിൽ ഫ്ലവർ ജനറലേറ്റിലെ സിസ്റ്റർ സിജിനയ്ക്കും നടി രശ്മി അനിലിനും NCC ഓഫീസർ ഷബാന ഹബീബിനും സ്വാമി ആത്മദാസിനും ഗായകൻ MG ശ്രീകുമാറിനും പിന്നെ CPM-ന്റെ മന്ത്രിമാരായിരുന്ന PK ശ്രീമതി KK ശൈലജ, J മേഴ്സിക്കുട്ടിയമ്മ, പിന്നെ നടൻ രമേശ് പിഷാരടിക്കുമൊക്കെ വിവിധ കാറ്റഗറികളിൽ ലഭിച്ചിട്ടുള്ള അവാർഡാണ് മികച്ച അധ്യാപികയ്ക്കായി സിസ്റ്റർ ഹെലീനയെ തേടിയെത്തിയത്. അതോടെ ആകെ കലിപ്പിലായ ഒരുപറ്റം ആളുകൾ വീണ്ടും പഴയ തക്കിയ പാടിക്കൊണ്ട് കളത്തിൽ ഇറങ്ങി. ഇലക്ഷൻ അല്ലേ വരുന്നത്, തക്കിയ ഏറ്റുപിടിച്ച് 4 വോട്ട് സ്വന്തമാക്കിയേക്കാമെന്ന് ഉറപ്പിച്ച് ഇക്കുറി കളത്തിലിറങ്ങിയത് എറണാകുളത്തെ കോൺഗ്രസ് വക്താവായി നടക്കുന്ന ഒരു രാജു P നായർ ആയിരുന്നു.
സിസ്റ്റർ ഹെലീന ആൽബിക്ക് റോട്ടറി ഇന്റർനാഷണൽ ക്ലബിന്റെ ഏറ്റവും മികച്ച പ്രിൻസിപ്പാളിനുള്ള പുരസ്കാരം നൽകാൻ പോയിട്ട് അധ്യാപികയായി പോലും തുടരാൻ അർഹതയില്ല എന്നും ഇത്തരമൊരു പ്രസ്താവനയാണ് ഹിജാബ് ഭയപ്പെടുത്തുന്നു എന്ന വാചകത്തിലൂടെ ഇവർ നടത്തിയത് എന്നും പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഈ രാജു പി നായർ എന്ന് പറയുന്ന ആൾ സംഘടിത ശക്തികളുടെ തക്കിയ ഏറ്റുപാടിയത്. വെട്ടിമുറിച്ചിട്ടാൽ മതേതര രക്തം ഒഴുകും എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന നമുക്ക് ലഭിക്കുന്ന തിരിച്ചടികളും തിരിച്ചറിവുകളുമാണ് ഇത്തരം സംഭവങ്ങളെന്നും മതേതര ഹൃദയഭൂമി വർഗീയതയുടെ വിളനിലമായി മാറിയത് ഇത്തരം തെറ്റുകളെ നോർമലൈസ് ചെയ്തുകൊണ്ടായിരുന്നു എന്നും അവർക്കെന്ത് അക്കാദമിക് യോഗ്യതയുണ്ടായിരുന്നു എങ്കിലും അതിനെയെല്ലാം റദ്ദ് ചെയ്യണമെന്നുമായിരുന്നു ഈ രാജു പി നായറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രീണന തള്ളൽ. ഏതായാലും എറണാകുളത്തുകാർക്ക് പോലും വേണ്ടത്ര പരിചയമില്ലായിരുന്ന ഈ രാജു പി നായർ എന്ന് പറയുന്ന ഈ ആൾ ഈ ഒരൊറ്റ തള്ളോടെ ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹിജാബ് വിഷയം കത്തി നിന്നപ്പോൾ രാജു മയക്കത്തിലായിരുന്നു. മയങ്ങി എഴുന്നേറ്റപ്പോൾ കോടതി വിഷയത്തിൽ തീർപ്പുണ്ടാക്കി. ആകെ ഹതാശനായിരിക്കുമ്പോഴാണ് റോട്ടറി ക്ലബിന്റെ അവാർഡ് പ്രഖ്യാപനം വന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, തക്കിയകളുടെ അറ്റത്ത് പിടിച്ച് ഒരു ഒറ്റ പോസ്റ്റലായിരുന്നു രാജു പോസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് എവിടെയെങ്കിലും രാജുവിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുമോ എന്നറിയില്ല. അഥവാ കൊടുത്താൽ ഇരിക്കട്ടെ 10 മുഴം മുൻപേ ഒരു ഏറ്, പ്രീണന തക്കിയ ഏറ്. ഏതായാലും രാജുവിനെ പോലെയുള്ള കോൺഗ്രസുകാരുടെ മനസ്സിൽ ഊറിക്കൂടി തണുത്തുറഞ്ഞു കിടക്കുന്ന വിഷമാണ് ഇന്നാട്ടിലെ കോടതിയെ വിശ്വാസമില്ലെന്ന് ഉറപ്പിച്ച ഈ പോസ്റ്റിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, കോടതി വിലക്കിയ സൈബർ കുറ്റകൃത്യം കൂടിയാണ് രാജു ചെയ്തിരിക്കുന്നത് എന്നതിനാൽ അതിനുള്ള വടയും ചായയും പുറകെ വരുന്നുണ്ട് എന്ന കാര്യം കൂടി ഉറപ്പായിരിക്കുകയാണ്. ഹിജാബ് വിവാദങ്ങൾ അവസാനിച്ച സാഹചര്യത്തിലും അനാവശ്യ പ്രതികരണം നടത്തി വീണ്ടും വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിച്ച രാജുവിനെ പോലെയുള്ളവരെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ അത് കോൺഗ്രസിന് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിനയായി തീരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഡോക്ടർ ജെ മോസസ് ഈ അവാർഡ് പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന് വന്നത് 150-ലേറെ ഫോൺ കോളുകളായിരുന്നു. അതിൽ 146 എണ്ണവും ക്ലബിന്റെ തീരുമാനത്തെ ശ്ലാഘിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ 4 കോളുകൾ മാത്രം അവാർഡ് ഒഴിവാക്കണമെന്നും പിന്നെ പതിവ് പോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമുള്ളതായിരുന്നു. ഖത്തറിൽ നിന്ന് വിളിച്ച ഒരു മാന്യൻ പറഞ്ഞത് ഈ അവാർഡ് ഒഴിവാക്കിയാൽ വൻ സാമ്പത്തിക സംഭാവന തരാമെന്നായിരുന്നു അത്രേ. ആർജവത്തോടെ പ്രതികരിച്ചപ്പോൾ ഖത്തറുകാരൻ ത്രട്ടണിങ്ങിലേക്ക് കടന്നു. കടുത്ത ഭാഷയിൽ മറുപടി കൊടുത്തതോടെ ടിയാൻ ഫോൺ വെച്ചിട്ട് സ്ഥലം കാലിയാക്കി. പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരുപറ്റം ആളുകൾ വിളിച്ചു. അതും തഥൈവ ഉചിതമായ മറുപടി കൊടുത്തപ്പോൾ അവരും ഫോൺ വെച്ചിട്ട് ഓടിമറഞ്ഞു. സമൂഹത്തെ ഭീതിപ്പെടുത്താനും അരക്ഷിതാവസ്ഥകൾ ഉണ്ടാക്കാനും ഏത് തെമ്മാടിത്തരങ്ങളും തക്കിയകളും കാട്ടുന്നവരാണ് ഭീകരന്മാർ. അവരൊന്നും മുരടനക്കിയാൽ ഭയന്നു നിൽക്കുന്നവരാണ് ഇടതരും വലതരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമല്ല. അധികാരം എന്ന ഗതികേടിൽ അവർക്ക് അങ്ങനെ ഓച്ചാനിച്ച് നിന്നേ തീരുകയുള്ളൂ. പക്ഷേ അതല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥ. അപമാനത്തെ ലക്ഷ്യമാക്കി കുരിശിനെ സഹിച്ച ദൈവപുത്രന്റെ പിൻഗാമികൾ പരിഹാസങ്ങളെ അവഗണിക്കുകയും തെറിവിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും വരികയില്ലതാനും. എന്നാൽ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്തെ പൗരാവകാശങ്ങൾ എന്താണ് എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവർക്കത് അറിയാമെന്നത് അറിയാൻ മേലാത്തവർക്ക് ചൊറിഞ്ഞു തുടങ്ങുമ്പോൾ ആ കാര്യങ്ങൾ വളരെ നന്നായിട്ട് ബോധ്യമാവുകയും ചെയ്യും. കളമശ്ശേരിയിലെ ക്രൈസ്തവ ആശ്രമ അധിനിവേശത്തിന്റെ പിന്നാലെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലേക്കും അധിനിവേശ ശക്തികൾ എത്തിയതിനാൽ ഇനിയുള്ള കാലം ക്രൈസ്തവ സമൂഹം കടുത്ത ജാഗ്രതയോടെ മുന്നേറേണ്ടതാണ് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ആത്മീയമായി വളരുന്നത് പോലെ തന്നെ അനിവാര്യമാണ് ക്രാന്തദർശികളായ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ നിലനിർത്തേണ്ടതും. വോട്ടിനു വേണ്ടിയും തുട്ടിനു വേണ്ടിയും ഒരുപോലെ മലക്കം മറിയുന്ന കുലംകുത്തികൾ ക്രൈസ്തവർക്കിടയിലുണ്ട് എന്ന കാര്യം പച്ച പരമാർത്ഥമാണ്. ക്രൈസ്തവർ പ്രതിസന്ധിയിലാകുമ്പോൾ വിറച്ചും മുട്ടുകൂട്ടിയിടിച്ചും വിയർത്തും മാത്രമാണ് ഈ മനുഷ്യർ, ഈ കുലംകുത്തികൾ ഒരു വാക്കെങ്കിലും ക്രൈസ്തവർക്ക് വേണ്ടി പറയാൻ തയ്യാറാകുന്നത്. ഏതായാലും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് വരെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിച്ചേ പറ്റൂ. ഏങ്ങിയും തേങ്ങിയുമല്ല, മറിച്ച് എല്ലാവിധ പൗരാവകാശങ്ങളോടും കൂടി തന്നെ. ഇന്ത്യയുടെ നീലപ്പടയും ഓസ്ട്രേലിയയുടെ മഞ്ഞപ്പടയും തമ്മിൽ ക്രിക്കറ്റ് കളത്തിൽ ഏറ്റുമുട്ടുമ്പോഴെല്ലാം ആവേശവും സമ്മർദ്ദവും അതിരുകടക്കാറുണ്ട്. പ്രത്യേകിച്ച് സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ ഈ രാജ്യങ്ങൾ ഏറ്റുമുട്ടുമ്പോഴൊക്കെ സമ്മർദ്ദം അതിര് കടക്കുന്നത് കൊണ്ടാകാം
ഇന്ത്യക്ക് കിരീട വിജയത്തിന്റെ പട്ടികയിൽ നിന്ന് പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ട സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. മുംബൈയിൽ നടന്ന വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴും ഇതേ സമ്മർദ്ദം ഇന്ത്യയിലെ 144 കോടി ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. കരുത്തരായ ഓസീസ് വനിതകൾ ആദ്യം ബാറ്റ് ചെയ്ത് ഉയർത്തിയ 337 റൺ എന്ന ചെങ്കടൽ അന്ന് വരെ ഏതൊരു കളിയിലും 265 കടക്കാത്ത ഭാരതത്തിന്റെ പെൺപടയ്ക്ക് അസാധ്യമാണ് എന്ന് ക്രിക്കറ്റ് കളിയിലെ മഹാരഥന്മാർ വിധിയെഴുതി. പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക ഘനീഭവിച്ചു നിന്ന മത്സരത്തിൽ 134 പന്തുകൾ നേരിട്ടുകൊണ്ട് 127 റൺസ് എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിക്കൊണ്ട് ജമീമ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ചപ്പോൾ ജനങ്ങൾ മുഴുവൻ ഹർഷാരവത്തോടെ ജമീമയ്ക്ക് നന്ദി പറഞ്ഞു. മത്സരശേഷം മാച്ച് വിന്നറിന്റെ സമ്മാനം വാങ്ങാൻ വന്ന ജമീമ നിറഞ്ഞ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ കേട്ട് ലോകം മുഴുവൻ ഒരു നിമിഷം അത്ഭുത പരതന്ത്രരായി നിന്നുപോയി. Last year I was dropped from this World Cup. This year I came in, I thought, okay, I'll try, and I was in good form, let's take it more. But things back to back just kept happening and I couldn't control anything. I had such amazing people around me who believed in me. I've almost cried every day throughout this tour. I was not doing well mentally, going through a lot of anxiety. Then being dropped was another challenge for me. But I think all I had to do was show up. Towards the end, I was just quoting one scripture from the Bible because I had lost energy. I was very tired. I was drained, but one scripture that says, just stand still and God will fight for you. And that's what I did. I just stood there and he fought for me. തന്റെ കർത്താവായ യേശുവിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ജമീമ കളിയുടെ തുടക്കത്തിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയായിരുന്നുവെന്നും എന്നാൽ അവസാനമായപ്പോഴേക്കും തനിക്ക് ഊർജം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും എന്നാൽ താൻ ക്ഷീണിതയായപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി എന്ന വചനം ഉരുവിട്ടുകൊണ്ട് താൻ ക്രീസിൽ നിന്നുവെന്നും കർത്താവാണ് തനിക്ക് വേണ്ടി പോരാടിയത് എന്നും ആയിരുന്നു. അനുഭവത്തിന്റെ മൂശയിൽ ഉരുത്തിരിഞ്ഞ ജമീമയുടെ ചൂടുള്ള വാക്കുകൾ ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ അവതാരം തന്നെയാണ് ജമീമ ഇന്ത്യക്ക് സമ്മാനിച്ച ഈ വിജയം. പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നിൽ ആശ്രയം വെക്കുന്നവർക്ക് വേണ്ടി എഴുന്നള്ളി വരുന്ന ദൈവം, ഷദ്രാഖ്, മെഷാഖ്, അബ്ദനിഗോ തുടങ്ങിയവർക്ക് വേണ്ടി തീച്ചൂളയിലും ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ചെങ്കടലിലും ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിലും ഇറങ്ങി വന്ന ദൈവം, ഊർജം നഷ്ടപ്പെട്ട് തളർന്നുപോയ തനിക്ക് വേണ്ടി മുംബൈയിലെ നവി മുംബൈയിലെ ഡിവൈ പാട്ടി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് ക്രീസിലേക്ക് ജമീമയ്ക്ക് വേണ്ടിയും ഇറങ്ങി വന്നു എന്ന ജമീമയുടെ ജീവസുറ്റ സാക്ഷ്യം ലോകം മുഴുവൻ ഇപ്പോൾ ആവേശത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിലെ സുവിശേഷകനായ ഇവാൻ റോഡ്രീഗസിന്റെ മകളാണ് ജമീമ റോഡ്രീഗസ്. വ്യാജ മതപരിവർത്തന ആരോപണത്തിന്റെ പേരിൽ മതവർഗീയവാദികൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഈ കുടുംബത്തിന് കഴിഞ്ഞ ചില വർഷങ്ങളായി വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഏറെ കയ്പുനീർ കുടിക്കേണ്ടി വന്ന പിന്നാമ്പുറ കഥകളും ഈ താരത്തിനുണ്ട്. മുംബൈയിലെ ഒരു ഒറ്റമുറി വീട്ടിൽ നിന്നാണ് ജമീമ ജസീക്ക റോഡ്രീഗസിന്റെ പോരാട്ടം ആരംഭിക്കുന്നത്. സഹോദരങ്ങളായ ഇനോക്കും ഏലിയും അടക്കം 5 പേരടങ്ങുന്ന ആ കുടുംബത്തിന് കഷ്ടിച്ച് കഴിയാൻ മാത്രം ഇടമുണ്ടായിരുന്ന ആ ഒറ്റമുറി വീട്ടിൽ നിന്നാണ് 144 കോടി ജനങ്ങളുടെ അഭിമാനതാരമായി ജമീമ മാറുന്നത്. ഏത് പ്രതിസന്ധിയിലും സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവവും തന്നെ മാനിക്കുന്നവരെ താനും മാനിക്കുമെന്ന തിരുവെഴുത്തും ഇപ്പോൾ ജമീമയിലൂടെ ലോകം മുഴുവൻ അറിയുകയാണ്. ആയാസകരമായ ഒരു വിജയത്തെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് തന്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജമീമ പറഞ്ഞ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി എന്ന വചനം ജനകോടികൾ ഇപ്പോൾ നെഞ്ചേറ്റിയിരിക്കുകയാണ്. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.